അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ചുമ്മാ കറങ്ങുന്ന ഡേ ആണ് കേട്ടോ. നമ്മളെ ശരിക്കും ഒന്ന് റീചാർജ് ചെയ്യാനോ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്യാനോ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാ. പലർക്കും പല കാര്യങ്ങളായിരിക്കും ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമയ്ക്ക് പോവാ, അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ കറങ്ങാതെ നല്ല പാർക്കിലൊക്കെ പോവാന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ചുമ്മാ പാർക്കിലൊക്കെ പോയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുമ്മാ കറങ്ങുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കറങ്ങാൻ പോകുന്നതിന് മുന്നേ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്പലത്തിൽ സപ്താഹം നടക്കുവാണേ. ഹായ് ലച്ചു, നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മളിപ്പോൾ അമ്പലത്തിൽ സദ്യ കഴിക്കാൻ പോവാണ്. അപ്പം അമ്മ എന്താ പൂജയ്ക്ക് ആവശ്യമുള്ള ഇലയും പൂവൊക്കെ ആയിട്ട് ഇതാ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ സപ്താഹം നടക്കുന്ന അവിടെ പോയിട്ട് തൊഴുതു ദേവീനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഒന്ന് ഫുഡ് കഴിക്കുന്നിടത്ത് നല്ല ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒരു ഈവനിങ് 4 മണി ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ദൂര സ്ഥലത്തേക്കൊന്നുമില്ല, അവിടെ അടുത്ത് തന്നെ മാവേലിക്കര ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ചെറിയത്. അപ്പോൾ അവിടെ പോയിട്ട് ചെറുതായിട്ടൊന്ന് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. നമ്മൾ നല്ല ഹാപ്പി ഹോർമോൺസൊക്കെ ക്രിയേറ്റ് ആവും. അപ്പം നമുക്ക് ഓവർ തിങ്കിങ്, ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ ഹസ്ബൻഡൊക്കെ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ പോവുക, പുറത്ത് പോവുക, കുറച്ച് നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇതാ പോകുന്ന വഴി തന്നെ നമ്മൾ എപ്പോഴും കയറാറുള്ളൊരു ചായക്കടയിൽ കയറിയിട്ടോ നല്ല ഉള്ളിവട കഴിച്ചു. അപ്പം നല്ല ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലെത്തിയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു പാർക്കാണേ. പാർക്കാണെങ്കിലും വലിയ തിരക്കോ ബഹളങ്ങളൊന്നും ഇല്ല. നമുക്ക് കാമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇത് കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ഡ്രസ്സ് ഇടാത്ത കൊച്ചുമായിട്ടൊരു അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. നല്ല ശാന്തമായിട്ടുള്ളൊരു പാർക്കാട്ടോ. ഒരുപാട് പേരൻസ് അവിടെ വന്നിട്ട് കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളും കുറച്ച് നേരം സമയം ഇങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കളിയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് ഗൂഗിളിൽ സെർച്ച് ചെയ്തും നോക്കിയപ്പോൾ മാവേലിക്കര നൃത്തമഠം എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കണ്ടു. അടിപൊളി സ്ഥലമാണെന്നൊക്കെ. അപ്പം നമ്മൾ നേരെ അവിടെ പോയി. ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. കുറച്ച് പേരൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഐതിഹ്യമോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയത് മാവേലിക്കര ബാക്ക് ഹൗസിലായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ പോയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മിസ്സാക്കരുതല്ലോ. അങ്ങനെ കയറിയിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നേരെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബായ്.